എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റീയൂസ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കാണും ഇതുപോലത്തെ പഴയ ഫൈബർ പ്ലേറ്റുകളൊക്കെ. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനത്തെ ഒരുപാട് എല്ലാവരും ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അധികം അങ്ങനെ നമ്മളൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പഴയ പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ അത് വെറുതെ കളയാതെ അതിന് നല്ലൊരു റീയൂസ് ഐഡിയ ആണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലർക്കൊക്കെ ഇത് മുമ്പേ തോന്നിയിട്ടുണ്ടാവും, ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപയോഗപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇതിപ്പോൾ അതേ എൻ്റെ കയ്യിലുള്ളൊരു പഴയ പ്ലേറ്റാണ്. ഇപ്പോൾ ഇത് ഉപയോഗിക്കാറൊന്നുമില്ല. ഇതിൽ കുറച്ച് കറയൊക്കെ പിടിച്ചിട്ടുണ്ട് ബാക്കിലും ഒക്കെ. അപ്പോൾ പിന്നെ ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ആ ഒരു കറ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലേറ്റിൽ ഞാൻ ഇന്നൊരു റീയൂസ് ഐഡിയ ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മുട്ടത്തോട് തന്നെ എടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഈ ഒരു പ്ലേറ്റിൻ്റെ സൈഡ് ഭാഗത്ത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ബോട്ടിൽ ആർട്ടിനൊക്കെ ചെയ്യാറില്ലേ, അതേ ഒരു രീതിയിൽ തന്നെ. ആദ്യം കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ പ്ലേറ്റിൽ തേക്കുക, പിന്നെ അവിടെ എഗ്ഷെല്ലിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്ര വലുപ്പത്തിൽ വേണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനനുസരിച്ചിട്ട് ഫുള്ള് ഒട്ടിച്ചിട്ട് ഒന്ന് ഉണങ്ങിയിട്ട് വേണം നമുക്ക് ഇതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തിരി ടൈം പിടിക്കുന്ന പരിപാടി ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചെയ്ത് വരുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതേ ഫുള്ളും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ അളവെടുത്തിട്ട് ആ ഒരു ഡയമീറ്റർ എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ഫോട്ടോയിലും നമുക്ക് ഇതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ഫെവിക്കോൾ വെച്ചിട്ട് ഈ ഒരു ഫോട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ മത്തൻ്റെ കുരുവാണ് എടുത്തിട്ടുള്ളത്, ഉണക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലേ വെച്ചൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണല്ലോ, അതുകൊണ്ട് ഞാനിത് ചുറ്റൊന്ന് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയപ്പോൾ ഞാൻ ഇതുപോലത്തെ തെർമോക്കോൾ ബോൾസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതിനൊന്ന് പകുതിയാക്കിയിട്ട് സെമി ബീഡ്സ് പോലെ പകുതി മുത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ, അങ്ങനത്തെ മോഡലാക്കിയിട്ട് ഈ ഒരു ഫോട്ടോനെ കുറച്ച് മുകളിലായിട്ട് ഇങ്ങനെ ചുറ്റും ഒരു റൗണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലേ ഉണ്ടെങ്കിൽ ക്ലേ വെച്ചിട്ട് ബോൾസ് പോലെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഗുളികയുടെ ആ ഒരു കവറില്ലേ, അതിൻ്റെ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഗുളികയുടെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അത് വേണമെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പരിപ്പില്ലേ, പരിപ്പ് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഞാൻ ബഡ്സ് വെച്ചിട്ട് കുറച്ച് ഫെവിക്കോളാക്കും, പിന്നെ അവിടെ ഇങ്ങനെ ഒട്ടിക്കും. അതുപോലെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോയിലും കൂടെ ആക്കിയിട്ട് വേണം ആക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒട്ടിച്ചതിൻ്റെ ഒരു പാട് അറിയാണ്ടിരിക്കാനായിട്ട് കറക്റ്റ് ഇങ്ങനെ ഫുള്ളും ഇതുപോലെ ഈ ഒരു ഇത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ആദ്യം ആ ഒരു മത്തൻ്റെ കുരു ഒരു റൗണ്ട് ഒട്ടിച്ചു, പിന്നെ ഈ ഒരു സെമി ബീഡ്സ് മോഡൽ ഒട്ടിച്ചും കൊടുത്തു ഈ ഒരു തെർമോക്കോൾ ബോൾസ്. അത്രയാണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ. ഇനി ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാണ് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത് കേട്ടോ ബ്രഷിനേക്കാളും. ആ ഒരു ഫോട്ടോൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രം ബ്രഷ് യൂസ് ചെയ്താൽ മതി, അപ്പോൾ വേഗം തീരും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്തോളൂ, അപ്പോൾ വേഗം കഴിയും കേട്ടോ പരിപാടി. അല്ലെങ്കിൽ കുറച്ച് പണിയാണ് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. ഒന്ന് സൂക്ഷിച്ചിട്ട് ഫോട്ടോയിലേക്ക് പെയിൻറ്റ് വീഴാണ്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ അടിക്കുക കേട്ടോ, ഫുള്ളും അടിക്കുക. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു റെഡ് കൊടുക്കാമെന്ന്, പിന്നെ എന്താവും അറിയില്ല, ചിലപ്പോൾ റെഡ് കൊടുക്കുമ്പോൾ ഭംഗിയില്ലെങ്കിലോ, അപ്പോൾ ബ്ലാക്ക് തന്നെ എടുത്തിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ കൊടുക്കുക. ഏത് കളറായാലും ഫോട്ടോയിലേക്ക് ആവാണ്ട് നോക്കുക. ഇപ്പോൾ ഞാനിതേ നമ്മുടെ പ്ലേറ്റിനെ ഫുള്ളായിട്ട് കളറൊക്കെ കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട്. ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഒട്ടലുണ്ട് ഇപ്പോഴും. അതെന്തായാലും നന്നായിട്ട് ഉണങ്ങിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് വേഗത്തിലാക്കിയെന്നുള്ളൂ, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൽ ചെറുതായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഗോൾഡൻ കളർ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു കോപ്പർ ഷെയ്ഡാണ്, ചെറിയൊരു റെഡിഷ് ഒരു മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ളൊരു കളറ്, ഇങ്ങനത്തെ മെറ്റാലിക് കളറ് ഏതെങ്കിലും എടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ബ്രഷ് വെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തിക്ക് വരില്ല. കൈ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് എടുത്താൽ മതി. എൻ്റെ ഈ ഒരു ബോട്ടിൽ കഴിയാനായതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് ഇങ്ങനെ ഡയറക്റ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് 2 ഡ്രോപ്പ് എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കൈ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് പ്ലേറ്റിൻ്റെ അവിടേക്കൊന്നും ആക്കണ്ട. നമ്മൾ എന്തൊക്കെയാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. ആ
മുട്ടത്തോട്, അതുപോലെ പംകിൻ്റെ സീഡ്, സെമി ബീഡ്സ് മോഡൽ ചെയ്തില്ലേ അതൊക്കെ, അതിൻ്റെയൊക്കെ ആ ഒരു മോൾ ഭാഗത്ത് ഇങ്ങനെ തൊട്ട് തൊട്ട് കൊടുക്കുക. അപ്പോൾ ശരിക്കും പൗഡർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ പൗഡറൊന്നും ഇല്ല, അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഗോൾഡൻ കളർ വേണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോട്ടോയിലുള്ളത് എൻ്റെ ഹസ്ബൻഡ് മോനാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇടയ്ക്ക് ഫ്രീ ടൈമിലൊക്കെ എൻ്റെ കൂടെ വരാറുണ്ട് വീഡിയോ ചെയ്യാനൊക്കെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫോട്ടോ എൻ്റെ മോന് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഫാദേഴ്സ് ഡേ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട്, ഒരു കോട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു കാർഡ് അവൻ തന്നെ ചെയ്തിട്ട് പപ്പയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് വെറുതെ മൊബൈലിലെടുത്തൊരു പിക്കാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതിൽ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അവന് ക്രാഫ്റ്റൊക്കെ കുറച്ച് ഇൻട്രസ്റ്റാണ് ചെയ്യാനൊക്കെ ആയിട്ട്. ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോൾ അവന് കുട്ടികളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ മോഡൽ എന്തെങ്കിലും ചെറിയ ക്രാഫ്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളൊരു കൊച്ചു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ ഏകദേശം ഫിനിഷിങ്ങിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. കൈ വെച്ച് തന്നെ ചെയ്യുമ്പോഴേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ബ്രഷൊക്കെ വെച്ചിട്ട് കൊടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് 2 ഷെയ്ഡിൽ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഫുള്ളായിട്ട് കളയണ്ട, ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പിൻ ചെയ്യാനാണ് പറയുന്നത് കമൻറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരെയും കമൻറ്റ് എങ്ങനെയാണ് പിൻ ചെയ്യുക? ആകെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റല്ലേ പിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഹായ് പറയണ പ്രോബ്ലം ആയിരുന്നു, ഇപ്പോൾ പിൻ ചെയ്യണതാണ് പരിപാടി. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം വായിക്കുന്ന ആളെയാണ് പിൻ ചെയ്യാറ് കേട്ടോ. പിന്നെ പിൻ ചെയ്യാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോനെ കുറിച്ചൊന്ന് അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് പിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. കാരണം നമ്മൾ പിൻ ചെയ്യുന്ന കമൻ്റല്ലേ ആദ്യം എല്ലാവരും വായിക്കുക. അപ്പോൾ അത് നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ആയിക്കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ പിൻ ചെയ്യാൻ പറയുന്നവർ എന്തെങ്കിലും ഒരു അഭിപ്രായം കൂടി ഉൾപ്പെടുത്താനായിട്ട് നോക്കുക കേട്ടോ, പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ പിൻ ചെയ്തില്ല എന്ന് വിചാരിച്ചാലും പിണങ്ങണ്ട, ഒരേ ഒരു കമൻറ്റേ പിൻ ചെയ്യാൻ പറ്റുള്ളൂ, അതെല്ലാവർക്കും അറിയാമല്ലോ. അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അത് പറയുന്നത് ഞാൻ കുറേ വിചാരിക്കണം, ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് വോളിൽ സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബാക്കിലൊരു വള്ളി പോലെ എന്തെങ്കിലും കൊടുത്തിട്ട് ഗം ഹുക്ക് വോളിൽ ഒട്ടിച്ചിട്ട് അതിൽ ഞാത്തിയിടാം, അല്ലെങ്കിൽ ആണിയിൽ ഞാത്തിയിടാം. അതും അല്ലെങ്കിൽ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഒട്ടിക്കുക, ഒരു ട്രയാങ്കിൾ പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ബാക്കിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ടേബിളിൽ വെക്കാം, വെറുതെ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിം ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ടേബിളിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഭംഗിയുള്ളൊരു പേപ്പറൊക്കെ വെച്ച് ഈ കാർഡ്ബോർഡിനെ ഒന്ന് കവർ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പെർഫെക്ഷൻ ആയിരിക്കും കാണുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ വേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഫോട്ടോ ഫ്രെയിം ആയിട്ട് നമുക്ക് ഇതുപോലത്തെ പ്ലേറ്റുകളെ മാറ്റാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിരിക്കും. നമ്മുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐഡിയയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഗുളികയുടെ ആ ഒരു വേസ്റ്റായിട്ട് വരുന്ന കവർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഐഡിയാസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത നമ്മുടെ ഐസ്ക്രീമിൻ്റെ കാലിയായിട്ടുള്ള ബോക്സ് വെച്ചിട്ടുള്ള നല്ലൊരു ഐഡിയയും എല്ലാവരും കാണുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒരുപാട് ഐഡിയാസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും പുതുതായി വന്നവരൊക്കെ കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊരു രണ്ടാമത്തെ ചാനലുണ്ട്, പ്രാർത്ഥനാസ് വേൾഡ് എന്നാണ് പേര്. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജായിട്ടുള്ള പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്നാണ് ആ ഒരു പേജിൻ്റെ പേര്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കിടിലൻ ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്. താങ്ക് യു.